ഒരു യുഗം ഇവിടെ തീരുകയാണ്. ഒറിജിനൽ പവർ റേഞ്ചേഴ്സ് അവസാനിക്കുന്നു. ആദ്യ ഷോ എയർ ചെയ്ത് 50 വർഷങ്ങൾ പൂർത്തിയാകുമ്പോഴാണ് 90s കിഡ്സിന്റെയും മില്ലേനിയൽസിന്റെയും രോമാഞ്ചമായിരുന്ന പവർ റേഞ്ചേഴ്സിന് പിന്നിലെ ഒറിജിനൽ ജാപ്പനീസ് ഷോയായ സൂപ്പർ സെൻജായിയുടെ മടക്കം. 1975 കുട്ടികളെയും ചെറുപ്പക്കാരെയും ലക്ഷ്യമാക്കി ആരംഭിച്ച ടോക്കുസാറ്റ്സു ജോണറിൽപ്പെട്ട ഒരു ഷോ ആയിരുന്നു സൂപ്പർ സെൻജായ്. ലൈവ് ആക്ഷൻ കഥാപാത്രങ്ങൾ അഭിനയിക്കുന്നതാണെങ്കിലും വലിയ രീതിയിൽ സ്പെഷ്യൽ എഫക്ട്സ് ഉപയോഗിക്കുന്ന ജാപ്പനീസ് ഫിലിം മേക്കിംഗ് ആണ് ടോക്കുസാറ്റ്സു. ഈ ജാപ്പനീസ് സീരീസിന്റെ അഡാപ്റ്റേഷനാണ് 1993 ഹോളിവുഡിൽ പവർ റേഞ്ചേഴ്സ് എന്ന പേരിൽ ഒരു വൈഡ് ഓഡിയൻസിന് മുന്നിലേക്ക് അവതരിപ്പിച്ചത്. ഒരു കാര്യം കൂടിയുള്ളത്, സൂപ്പർ സെൻജായിലെ ഫൈറ്റും ആക്ഷൻ സീക്വൻസുകളും തന്നെയാണ് പവർ റേഞ്ചേഴ്സിൽ ഉപയോഗിച്ചിരുന്നത്. പക്ഷെ കഥാഗതിയിലും സന്ദർഭങ്ങളിലും പാശ്ചാത്യ പ്രേക്ഷകർക്കനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിയിരുന്നു എന്ന് മാത്രം. സൂപ്പർ വില്ലൻസിനെതിരെ കളർ കോഡഡ് യൂണിഫോംസ് ധരിച്ച് പോരാടുന്ന സൂപ്പർ ഹീറോകളുടെ കഥയാണ് സൂപ്പർ സെൻജായ്. സീരീസിന്റെ ബ്രോഡ്കാസ്റ്റിംഗിൽ നിന്നും മെർച്ചൻഡൈസിൽ നിന്നും പ്രൊഡക്ഷൻ കോസ്റ്റ് പോലും വഹിക്കാൻ പറ്റുന്നില്ല എന്ന് കാണിച്ചാണ് ഇപ്പോൾ പരമ്പര റദ്ദാക്കുന്നത്. ടോക്കിയോയിലെ ന്യൂസ് ഏജൻസി ക്യോഡോ ന്യൂസ് പുറത്തുവിട്ട വാർത്തയിൽ ബ്രോഡ്കാസ്റ്റിംഗ് ചാനൽ പക്ഷേ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. ജപ്പാനെ സംബന്ധിച്ചിടത്തോളം സൂപ്പർ സെൻജായ് ഒരു TV പരമ്പര മാത്രമായിരുന്നില്ല. രാജ്യത്തിന്റെ സൂപ്പർ ഹീറോസിലേക്കും കോമിക് ബുക്ക് സംസ്കാരത്തിലേക്കും മറ്റുള്ളവർക്കുള്ള ഒരു കവാടമായാണ് അവർ സൂപ്പർ സെൻജായെ കണ്ടത്. കൂടാതെ ആനിമേഷനിലും മെർച്ചൻഡൈസിലേക്കും ബിസിനസ് വളർത്താനുള്ള ജാപ്പനീസ് എന്റർടൈൻമെന്റ് കമ്പനി ടോയേയുടെ ഒരു മാർഗവും കൂടിയായിരുന്നു ഈ പരമ്പര. നിലവിൽ എയർ ചെയ്യുന്ന നമ്പർ 1 സെൻജായ് ഗോസ്യുഗർ എന്ന പരമ്പരയുടെ ഫിനാലെ എപ്പിസോഡ് കഴിയുന്നതോടെ 50 വർഷം ജാപ്പനീസ് യുവതയെ ഹരം പിടിപ്പിച്ച സൂപ്പർ സെൻജായ് അവസാനിക്കും. അതേസമയം ഡിസ്നി പ്ലസിൽ റിലീസ് ചെയ്യാൻ പവർ റേഞ്ചേഴ്സിന്റെ ഒരു ലൈവ് ആക്ഷൻ സീരീസ് അണിയറയിൽ ഒരുങ്ങുന്നുണ്ടെന്നാണ് വിവരം. സൂപ്പർ സെൻജായ് അവസാനിക്കുന്നതോടെ പലരുടെയും കുട്ടിക്കാലം മനോഹരമാക്കിയ പവർ റേഞ്ചേഴ്സിന്റെ ഒരു യുഗം കൂടിയാണ് അവസാനിക്കുക. അതുകൊണ്ട് റെസ്റ്റ് ഇൻ എന്റർടൈൻമെന്റ് സൂപ്പർ സെൻജായ്.